എസ് ധ്രുവ് റാട്ടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും കടുത്ത വിമർശകൻ. ഒരു യൂട്യൂബർ രാജ്യം ഭരിക്കുന്ന വർഗീയ പാർട്ടിയുടെ വിധി തന്നെ മാറ്റിയെഴുതുന്നു. 20 ദശലക്ഷം സ്ഥിരം പ്രേക്ഷകരുള്ള റാട്ടിയുടെ വീഡിയോകളാണ് ഇന്ന് ഇന്ത്യയിൽ മോദിക്കെതിരെയുള്ള ഏറ്റവും വിലപിടിപ്പുള്ള തെളിവുകൾ. മുഖ്യധാരാ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി BJP അനുകൂല വൃത്താന്തങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ലളിതവും അതിശക്തവുമായ ആവിഷ്കാര ശൈലി കൊണ്ട് 29കാരനായ ഒരു യുവാവ് സംഘപരിവാർ പ്രചാരണങ്ങൾക്ക് ഏറ്റവും മുനകൂർത്ത മറുപടി നൽകിയത്. ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി, അധികാര ദുർവിനിയോഗം, ജനാധിപത്യ അട്ടിമറി തുടങ്ങിയ ജനദ്രോഹകരമായ എന്തിനേയും ഏറ്റവും ലളിതമായി ഗ്രഹിക്കാൻ കഴിയും വിധം അയാൾ അവതരിപ്പിച്ചു. മോദിയുടെ നയങ്ങളും ജൽപ്പനങ്ങളും തുടക്കം മുതലേ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന രാജ്യത്തെ വലിയൊരു വിഭാഗം യുവാക്കളുടെ യഥാർത്ഥ പ്രതിനിധി കൂടിയായി തന്റെ വീഡിയോകളിലൂടെ റാട്ടി സ്വയം മാറി. എതിരാളികളെ അമർച്ച ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള വീഡിയോയിൽ ധ്രുവ് വ്യക്തമാക്കിയിരുന്നു. 5 ദശലക്ഷത്തിലധികം പേരാണ് ആ വീഡിയോ കണ്ടത്. മോദി വിരുദ്ധതയായി ഈ വീഡിയോ അലയടിച്ചത് ഉത്തരേന്ത്യയിലെ സാധാരണക്കാരിലാണ്. അത് UP അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ BJPയുടെ വോട്ട് വിഹിതത്തെ നന്നായി കുറച്ചു. അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP പരാജയപ്പെടുകയും അഖിലേഷ് യാദവിന്റെ SP പാർട്ടി അധികാരം പിടിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ബാബരി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിച്ചിട്ടും അയോധ്യ മോദിയെ തുണച്ചില്ല എന്നതിന് ജനതയ്ക്ക് തിരിച്ചറിവുണ്ടായി എന്ന് വേണം വിലയിരുത്താൻ. അതിന് ധ്രുവിന്റെ വീഡിയോകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുമ്പായി തനിക്ക് പറയാനുള്ളത് അവസാന ശ്വാസം വരെ സധൈര്യം പറയുമെന്നാണ് അയാൾ ആവർത്തിച്ചത്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെ കാലങ്ങളായി നുണകൾ കൊണ്ട് തീർത്ത കൊട്ടാരം കാണിച്ച് മോഹിപ്പിച്ച മോദിക്കും BJPക്കും ഒരു യൂട്യൂബർ നൽകിയ മറുപടിയാണ് അയോധ്യയുടെ മണ്ണിലടക്കം നേരിട്ട ഈ കനത്ത തിരിച്ചടി.